ഹലോ, ഇന്ന് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കാവേ. നമ്മൾ ഓൾറെഡി ഇന്നലെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കൊരു മെഴുക്കുവരട്ടിയും തോരനും ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതോടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കാവേ. പൊതിച്ചോറുണ്ടാക്കാൻ എല്ലാം മെഴുക്കുവരട്ടി, ഏത് മെഴുക്കുവരട്ടിയാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാട്ടും നല്ലത് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുന്നതില്ലേ. അപ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാവേ. നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പം നമ്മൾ മെഴുക്കുവരട്ടി ഉപ്പ് പറ്റിക്കാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. തോരന് ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ അരി ഇട്ട് കൊടുക്കാവേ. അപ്പം അരി ഇട്ടിട്ടുണ്ട്. നമുക്കിനിയും മെഴുക്കുവരട്ടിയും തോരനും ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനകത്ത് മെഴുക്കുവരട്ടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. മെഴുക്കുവരട്ടി നമ്മൾ ഉപ്പി പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മെഴുക്കുവരട്ടി ഉടൽപ്പെടുന്ന ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഫ്രൈ ആയി കഴിഞ്ഞു. പിന്നെ അരി തിളച്ചു. എന്നിട്ടാണ് ഞാനിവിടെ നമ്മുടെ തേങ്ങ പൂളിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് തോരൻ്റെ അരപ്പ് തയ്യാറാക്കാം. വെളുത്തുള്ളി, ശകലം ജീരകം, പിന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാവേ. അരപ്പ് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്തിടാവേ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് മുട്ട പൊരിക്കണം, ചമ്മന്തി അരയ്ക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉള്ളി, കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ട പൊരിക്കാവേ. മുട്ട ചൊഴിച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇഞ്ചി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഉപ്പ്. നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. കൊടുക്കാം. അപ്പം നമ്മുടെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കൂട്ടാനെല്ലാം
മീൻ വറുത്തരിപ്പുണ്ട്, അതുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് പൊതി കെട്ടാവേ. ഓൾറെഡി വറുത്ത് വെച്ചൊക്കെ ആയിരുന്നു പറഞ്ഞില്ലേ, നമുക്കതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇനി പൊതി കെട്ടാവേ. ചോറിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് കെട്ടി വെക്കാം. ചോറ് വെക്കാവേ. മടക്കി മടക്കി വെക്കാവേ. നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. തോരന് അടുത്തത് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് വരട്ടി, നമ്മുടെ മുട്ട പൊരിച്ചത്, ലാസ്റ്റ് മീൻ ഫ്രൈ ചെയ്ത് പൊതിഞ്ഞെടുക്കാവേ. നമുക്ക് പേപ്പർ വെച്ച് പൊതിയാം. അപ്പോൾ നമ്മുടെ ഇലപ്പൊതി നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ മോന് പൊതിച്ചോറ് അഴിക്കുകയാണ്. അവൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. അയ്യോ പൊട്ടിയില്ല, തിരിച്ചേ. എല്ലാം ശകലം പൊട്ടിപ്പോയി അവിടെ. എടുത്തിട്ട് കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് പ്രേക്ഷകരോട്. എളുപ്പം കഴിച്ചിട്ട് പറയുടെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ ചോറ്? ഓക്കെ, അപ്പം നമ്മുടെ പൊതിച്ചോറ് അടിപൊളിയാണെന്ന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ പൊതിച്ചോറ്? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.